ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം എന്ന വചന പഠന പദ്ധതിയിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. വെളിപാട് ഗ്രന്ഥത്തിലെ 16-ാമത്തെ അധ്യായത്തിലൂടെയാണ് നാം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നാം 5-ാമത്തെ ആ മഹാമാരിയെക്കുറിച്ച് ഉള്ള കാര്യങ്ങളാണ് കണ്ടത്. അതിൽ 11-ാമത്തെ വാക്യം ഇപ്രകാരമാണ്: വേദനയും വ്രണങ്ങളും മൂലം അവർ സ്വർഗസ്ഥനായ ദൈവത്തെ ദുഷിച്ചു പറഞ്ഞതല്ലാതെ തങ്ങളുടെ പ്രവൃത്തികളിൽ നിന്ന് അവർ മനസ്സ് തിരിഞ്ഞില്ല. ഇപ്പോൾ തിന്മയുടെ കൂടെ നിൽക്കുന്നവർക്കുള്ള ആ ശിക്ഷയാണ് ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നത്. ഇപ്പോൾ തങ്ങൾക്ക് ലഭിക്കുന്ന ആ ശിക്ഷ അത് അവരിൽ ഉണർത്തുന്നത് ദൈവത്തോടുള്ള ആ ഒരു വിരോധം തന്നെയാണ്. ഇപ്പോൾ പോലും അവർ മനസ്സ് തിരിഞ്ഞ് ദൈവത്തിലേക്ക് വരുന്നതിന് പകരം ദൈവത്തെ ദുഷിക്കുകയാണ് ചെയ്യുന്നത്. അവരെക്കുറിച്ച് പറയുന്നു, അവരുടെ പ്രവൃത്തികളിൽ നിന്ന് മനസ്സ് തിരിഞ്ഞില്ല. എന്താണ് അവരുടെ പ്രവൃത്തികളെന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത്? പ്രധാനമായിട്ടും മൃഗത്തോട് ചേർന്ന് നിന്നുള്ള അവരുടെ പ്രവൃത്തികൾ. ഇപ്പോൾ അവരുടെ പ്രവൃത്തികൾ വെളിപാട് ഗ്രന്ഥത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഈ വ്യാജ ആരാധന, അല്ലെങ്കിൽ അവരുടെ അക്രമത്തിൽ പങ്കുചേരുക, ദുർവൃത്തിയിൽ പങ്കുചേരുക, ദൈവത്തോടുള്ള അവിശ്വസ്തത, ഇതൊക്കെ അവരുടെ പ്രവൃത്തികളാണ്. അവരുടെ ആ സാമ്രാജ്യത്തിൻ്റെ ആ വ്യവസ്ഥിതികളിൽ പങ്കുചേർന്നുകൊണ്ട് പാപകരമായിട്ടുള്ള ആ വ്യവസ്ഥിതിയിൽ ഇടപഴകി ജീവിക്കുകയാണ് ഇത് അർത്ഥമാക്കുന്നത്. ഇനി ഇവരെക്കുറിച്ച് പറയുന്നുണ്ട്, ആ മൃഗത്തെ ആരാധിക്കുവാനായിട്ട് ഇവർ നിർബന്ധിക്കപ്പെടുന്നു എന്ന് ഒരു സൂചന വെളിപാടിൽ നാം കാണുന്നുണ്ട്. പക്ഷേ ഇവർ നിർബന്ധിക്കപ്പെടുക മാത്രമല്ല, ബോധപൂർവം പൈശാചിക ശക്തികളോട് സഖ്യം ചേർന്ന് നാം കാണുന്നു. അപ്പോൾ ഇവരുടെ തന്നെ തീരുമാനമാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് പല അടയാളങ്ങൾ ലഭിച്ചിട്ടും അവർക്ക് മനസ്സ് തിരിയുവാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല. കാരണം ആ തിന്മയുടെ ശക്തികളോട് ചേർന്ന് നിൽക്കുമ്പോൾ ലഭിക്കുന്ന ആ ആഡംബരവും ആ സുഖവും ഒക്കെ അതാണ് ശാശ്വതമായത് എന്ന് കരുതിക്കൊണ്ട് അവർ അതിൻ്റെ കൂടെ തന്നെ നിൽക്കുന്നതാണ് നാം കാണുക. ഇപ്പം മനുഷ്യനെ വഴിതെറ്റിക്കുന്ന സംവിധാനങ്ങൾക്കെതിരെയുള്ള ശിക്ഷയാണ് ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നത്. ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഇവർ അവകാശപ്പെടുന്ന ആ ഒരു ശക്തി ഇവർക്കൊന്നുമില്ല. ഇവരൊക്കെ ആത്യന്തികമായിട്ട് ദൈവത്തിൻ്റെ ആ ഇടപെടൽ വഴിയായിട്ട് തകർക്കപ്പെടുന്നു. ആത്യന്തികമായിട്ട് ഇവർക്ക് നിലനിൽപ്പില്ല എന്നാണ് ഇവിടെ പറയുക. ഇനി ഇവരുടെ ഈ പരിമിത ശക്തി എല്ലാം ഇല്ലാതാകുമ്പോൾ ഇതിനെ ആശ്രയിച്ച് കഴിഞ്ഞിരുന്ന എല്ലാവരും പ്രതിസന്ധിയിലാവുകയാണ്. ഒരാശ്രയമില്ലാതെ ഇവർ നൈരാശ്യത്തിൽ പതിക്കുമ്പോഴാണ് ഇവർ വേദന കൊണ്ട് പുളയുന്നത്. ഇപ്പോൾ ഇവിടെ പറയുന്നുണ്ടല്ലോ, വ്രണങ്ങളും കൊണ്ടൊക്കെ ഇവർ പുളയുന്നു എന്ന് പറയുന്നില്ല. അതിൻ്റെ അർത്ഥം ഇതാണ്, അവർക്കൊരാശ്രയമില്ലാതെ ആകുമ്പോൾ ഇവർ നൈരാശ്യത്താൽ ഇവർ പുളയുന്നു. അപ്പോൾ ഇവർ അനുഭവിച്ചു കൊണ്ടിരുന്ന, ഇവർ ആശ്രയം വെച്ചിരുന്ന ആ സൗഭാഗ്യമെല്ലാം സ്വപ്നം പോലെ അപ്രത്യക്ഷമാകുന്ന ഇവർ കാണുന്നു. അപ്പോൾ തിന്മയുടെ ശക്തികളുടെ മേലുള്ള ദൈവത്തിൻ്റെ ആ ഇടപെടൽ, ദൈവം അവരെ ശിക്ഷിക്കുന്നത് ആണ് ഇവിടെ വിവരിക്കുന്നത്. നാം കഴിഞ്ഞ ക്ലാസ്സിലും ഒക്കെ കണ്ടതുപോലെ ഒരു കാര്യം വീണ്ടും നാം ഓർക്കുക, ഈ ശിക്ഷകളൊന്നും വെളിപാട് ഗ്രന്ഥത്തിൽ മാനസാന്തരം വരുവാൻ വേണ്ടിയിട്ട് ഉള്ളവയൊന്നുമല്ല. ദൈവത്തിൻ്റെ നീതിപൂർവമായി ഇടപെടലാണ് ഈ ശിക്ഷകളെല്ലാം. ഇനി മാനസാന്തരം എന്ന് പറയുമ്പോൾ അത് വരേണ്ടത് ദൈവജനത്തിൻ്റെ ആ ഒരു സാക്ഷ്യം വഴിയായിട്ടാണ്. ഒരു കാര്യം നാം ഇവിടെ തിരിച്ചറിയണം, വെളിപാടിൽ ഇവിടെ അവതരിപ്പിക്കുന്ന ശിക്ഷകളൊന്നും മാനസാന്തരം ലക്ഷ്യം വച്ചുള്ളതൊന്നുമല്ല.
ഇപ്പോൾ വെളിപാടിൽ ദൈവം ശിക്ഷിച്ചുകൊണ്ട് ആരെയും മാനസാന്തരത്തിലേക്ക് നയിക്കുന്നില്ല. അതല്ല വെളിപാടിൽ പ്രമേയം. മാനസാന്തരം വരുന്നത് ദൈവജനത്തിൻ്റെ സാക്ഷ്യം വഴിയായിട്ടാണ്. അപ്പോൾ ഈ ശിക്ഷകളൊക്കെ അവർക്ക് ലഭിക്കുന്ന ന്യായയുക്തമായിട്ട് ലഭിക്കുന്ന കാര്യം തന്നെയാണ്. ഇനി ഈ ശിക്ഷകളൊന്നും മാനസാന്തരത്തിന് വേണ്ടിയല്ല എന്ന് പറയുമ്പോഴും ഒരു കാര്യം നമ്മൾ തിരിച്ചറിയുക, മാനസാന്തരത്തിനുള്ള വാതിൽ ഇവിടെ അടയ്ക്കപ്പെട്ടിട്ടില്ല. പിന്നീടുള്ള അധ്യായങ്ങൾ നമ്മൾ കാണുന്നുണ്ട്, ഈ ദൈവജനം അല്ലെങ്കിൽ ജനതകൾ ദൈവത്തിലേക്ക് തിരികെ വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഉദാഹരണത്തിന് അവസാനത്തെ അധ്യായത്തിൽ 22-ാമത്തെ അധ്യായത്തിൽ ജീവവൃക്ഷത്തിൻ്റെ ഇലകൾ ജനതകളുടെ സൗഖ്യത്തിന് വേണ്ടിയുള്ളതാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജനതകളുടെ സൗഖ്യത്തിന് വേണ്ടിയുള്ളതാണ് എന്നതിൻ്റെ അർത്ഥം നമ്മൾ കഴിഞ്ഞ ഏതാനും ക്ലാസ്സുകളിൽ വിശദീകരിച്ചതാണ്. അത് അവരുടെ മാനസാന്തരത്തിനുള്ളതാണ്. അതായത് അവസാനം ഈ ജനതകളെല്ലാം തിന്മയുടെ കൂടെ നിൽക്കുന്ന ജനതകളെല്ലാം ദൈവത്തിലേക്ക് തിരികെ വരണം എന്ന് തന്നെയാണ് ദൈവത്തിൻ്റെ ആഗ്രഹം, ലക്ഷ്യം. വെളിപാടിൻ്റെ ആ ലക്ഷ്യം അത് തന്നെയാണ്. പക്ഷേ ആ മാനസാന്തരത്തിലേക്ക് വരുന്ന വഴി അത് ദൈവത്തിൻ്റെ ശിക്ഷകളല്ല, ദൈവജനത്തിൻ്റെ സാക്ഷ്യമാണ് എന്നത് നാം തിരിച്ചറിയാം. ഇനി നമുക്ക് അടുത്ത വാക്യത്തിലേക്ക് കടക്കാം. 12-ാമത്തെ വാക്യം ഞാനതൊന്ന് വായിക്കാം. 6-ാമത്തെ ദൂതൻ തൻ്റെ പാത്രം യൂഫ്രട്ടീസ് മഹാനദിയിലൊഴിച്ചു. അപ്പോൾ അതിലെ ജലം വറ്റിപ്പോയി കിഴക്ക് നിന്നുള്ള രാജാക്കന്മാർക്ക് വഴിയൊരുക്കപ്പെടാനായിരുന്നു അത്. ഇപ്പോൾ 6-ാമത്തെ വ്യാധി അത് യൂഫ്രട്ടീസ് നദി മേലൊഴിക്കുന്നു. അപ്പോൾ ആ നദി വറ്റിപ്പോകുന്നു. ഇനി ഈ യൂഫ്രട്ടീസ് നദിയുടെ ആ പ്രാധാന്യം നമുക്കറിയാം. വാഗ്ദത്ത നാടിൻ്റെ അതിർത്തിയിലൊന്ന് ഈ യൂഫ്രട്ടീസ് നദിയാണ്. ഉദാഹരണത്തിന് ഉൽപ്പത്തി പുസ്തകത്തിൽ 15-ാമത്തെ അധ്യായത്തിൽ 18-ാമത്തെ വാക്യം ഇപ്രകാരമാണ്: കർത്താവ് അബ്രാമിനോട് ഒരു ഉടമ്പടി ചെയ്തു, നിൻ്റെ സന്താന പരമ്പരയ്ക്ക് ഈ നാട് ഞാൻ തന്നിരിക്കുന്നു, ഈജിപ്ത് നദി മുതൽ മഹാനദിയായ യൂഫ്രട്ടീസ് വരെയുള്ള സ്ഥലങ്ങൾ. അപ്പോൾ ഇസ്രായേലിൽ നിന്ന് കിഴക്കോട്ട് മെസപ്പൊട്ടേമിയ ഭൂപ്രദേശങ്ങളിലൂടെ വടക്കേ അറേബ്യൻ മരുഭൂമിയും കടന്നു ഒഴുകുന്ന നദിയാണിത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം, ഇത് മെസപ്പൊട്ടേമിയയുടെ ഒരു ചിത്രമാണ് ഇത്. അപ്പോൾ ഇതിലെ ഒഴുകുന്ന ആ യൂഫ്രട്ടീസ് നദി, ഈ യൂഫ്രട്ടീസ് നദി വരെ ആണ് ഈ അവർക്ക് അബ്രാമിന് വാഗ്ദാനം ചെയ്യപ്പെട്ട ഭൂമി എന്ന് പറയുന്നത്. അതിനപ്പുറത്താണ് പിന്നെ മറ്റ് രാജ്യങ്ങളൊക്കെ ഉള്ളത്. അസീറിയ ഒക്കെ രാജ്യങ്ങൾ, പേർഷ്യ ഒക്കെ അതിന് മറുവശത്താണ് വരുന്നത്. ഇത് യൂഫ്രട്ടീസ് നദി, ഇവിടെ ടൈഗ്രീസ് നദിയും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇത് യൂഫ്രട്ടീസ് നദി ഈ കാനാൻ ദേശത്തിൻ്റെ അല്ലെങ്കിൽ ദൈവം അവർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന ആ നാടിൻ്റെ അതിർത്തിയാണ്. ഇനി ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു നദി കൂടിയാണ്. ഇപ്പോൾ ഈ നദി മുറിച്ച് കടന്നാണ് ബാബിലോണിയൻ സൈന്യം ജെറുസലം പിടിച്ചടക്കുന്നത്. അപ്പോൾ അതിനപ്പുറത്തുള്ള ആ ഒരു ശക്തി അത് ഈ യൂഫ്രട്ടീസ് നദി കടന്നു വന്നാണ് ഈ രാജ്യത്തെ ജെറുസലേമിനെ പിടിച്ചടക്കുന്നത്. അതുപോലെ തന്നെ ഈ റോമൻ സാമ്രാജ്യത്തിൻ്റെ അതിർത്തിയും ഈ യൂഫ്രട്ടീസ് നദി തന്നെ ആയിരുന്നു. അപ്പോൾ അതിനപ്പുറത്ത് ഉണ്ടായിരുന്നവരെ കീഴ്പ്പെടുത്തുവാനായിട്ട് റോമൻ സാമ്രാജ്യത്തിന് സാധിച്ചില്ല. അതിനപ്പുറത്ത് ഉള്ള ആ പാർത്തിയൻ സൈന്യത്തെ, കുതിര ശക്തിയൊക്കെ ഉള്ള ആ പാർത്തിയൻ സൈന്യത്തെ കീഴ്പ്പെടുത്തുവാനായിട്ട് സാധിച്ചില്ല. ഇനി അന്നാളുണ്ടായിരുന്ന ഒരു ഐതിഹ്യം തന്നെ, മരിച്ചു എന്നാൽ ജീവിക്കുന്നു എന്ന് കരുതപ്പെട്ടിരുന്ന നീറോ പാർത്തിയൻ സൈന്യത്തിൻ്റെ കൂടെ ഈ യൂഫ്രട്ടീസ് നദി കടന്ന് വന്ന് ഈ റോമൻ സാമ്രാജ്യത്തെ ആക്രമിക്കും എന്നായിരുന്നു. അപ്പോൾ ഈ യൂഫ്രട്ടീസ് നദി വളരെ പ്രധാനപ്പെട്ടതാണ് പഴയ നിയമത്തിൽ. ഇനി ഈ നദീതടത്തിലാണ് അസീറിയ, ബാബിലോൺ, പേർഷ്യ രാജ്യങ്ങളുടെയൊക്കെ ഘോര യുദ്ധങ്ങൾ നടന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രദേശം അത് അവസാന യുദ്ധത്തിൻ്റെ പ്രതീകമായിട്ട് മാറി. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു പശ്ചാത്തലത്തിലാണ്
യൂഫ്രട്ടീസ് നദിയെക്കുറിച്ച് ഇവിടെ പരാമർശിക്കുന്നത്. ഇനി ഇതിലെ വെള്ളം വറ്റിപ്പോയി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? അപ്പം അതിനും പഴയ നിയമത്തിലെ ചില അധ്യായങ്ങളുമായിട്ട് ചില വിവരണങ്ങളുമായിട്ട് സാമ്യമുണ്ട്. ഉദാഹരണം നമുക്കറിയാം, പഴയ നിയമത്തിൽ ദൈവജനം തന്നെ ഈജിപ്തിൽ നിന്ന് രക്ഷപ്പെട്ടു വരുന്നത് ആ ചെങ്കടലിൽ മുറിച്ച് കടന്നാണ്. അപ്പോൾ അവിടെയും വറ്റിപ്പോയ ആ കടലിലൂടെയാണ് അവർ കടന്ന് വരിക. ഇനി അതുപോലെ തന്നെ 2 രാജാക്കന്മാർ നമുക്കൊന്ന് വായിക്കുക. 2 രാജാക്കന്മാർ 2-ാമത്തെ അധ്യായം 8 മുതലുള്ള വാക്യങ്ങൾ. ഏലിയ മേലങ്കി എടുത്ത് ചുരുട്ടി വെള്ളത്തിലടിച്ചു, വെള്ളം ഇരുവശത്തേക്ക് മാറിപ്പോയി, ഇരുവരും ഉണങ്ങിയ നിലത്തുകൂടി അക്കരെ കടന്നു. അപ്പോൾ ഇവിടെയും ജലം വറ്റിപ്പോയി. അപ്പോൾ അതിലൂടെ കടന്നു പോകുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഇനി ഈ മഹാനദി വറ്റിച്ചാണ് അസീറിയയിൽ നിന്ന് വിപ്രവാസത്തിലുള്ളവരെ തിരികെ കൊണ്ടുവരുവാനായിട്ട് വലിയ വഴി ഒരുക്കുമെന്ന് യേശയ്യ പ്രവാചകൻ പറയുന്നത്. നമുക്കറിയാം, ബാബിലോണിൽ നിന്നും ജനത്തെ തിരികെ കൊണ്ടുവരുന്നത് ഈ നദിയിലൂടെ തന്നെയാണ്. അപ്പോൾ ഈ നദി വറ്റിച്ച് ദൈവം അവരെ തിരികെ കൊണ്ടുവരും എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഇവിടെയൊക്കെ ഒരു രക്ഷയുടെ പ്രതീകമായിട്ടാണ് ഈ ജലം വറ്റിപ്പോകുന്നത് നമ്മൾ കാണുന്നത്. പക്ഷേ ഇവിടെ ഇതിന് വിപരീതമായിട്ട് ദുരന്തത്തിന് മുന്നോടിയായിട്ടാണ് നദി വറ്റുന്നത്. ഇപ്പോൾ നേരത്തെ ഇവിടെ യൂഫ്രട്ടീസ് നദി വറ്റിച്ച് ദൈവജനത്തെ ഇവിടേക്ക് കൊണ്ടുവരുന്നുണ്ട്. നമുക്കറിയാം, ഇവിടെ സൈറസ് ചക്രവർത്തി ഈ ബാബിലോൺ പിടിച്ചടക്കി അതിനെ പരാജയപ്പെടുത്തിയാണ് ഇസ്രായേൽ ജനതയെ വീണ്ടും തിരികെ ജെറുസലമിലേക്ക് തിരികെ അയക്കുന്നത്. അപ്പോൾ അന്ന് യൂഫ്രട്ടീസ് നദി ഒരു അണ കെട്ടി വറ്റിച്ചു എന്നാണ് പറയപ്പെടുക. അപ്പോൾ ഈ ബാബിലോൺ വീണതുപോലെ റോമ സാമ്രാജ്യവും വീഴും എന്നുള്ള ഒരു ധ്വനിയും ഇവിടെയുണ്ട്. അപ്പോൾ ജലം വറ്റിപ്പോയി എന്ന് പറയുമ്പോൾ ഇവരെ ഈ റോമൻ സാമ്രാജ്യത്തെ കാത്തിരിക്കുന്ന ആ മഹാ ദുരന്തമാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. അപ്പോൾ ഈ 6-ാമത്തെ ഈ വ്യാധി വരുമ്പോൾ യൂഫ്രട്ടീസ് നദി വറ്റുന്നു. ഇനി അത് കിഴക്ക് നിന്നുള്ള രാജാക്കന്മാർക്ക് വഴിയൊരുക്കാനാണ് എന്ന് പറയുന്നു. കിഴക്ക് നിന്നുള്ള രാജാക്കന്മാർക്ക് വഴിയൊരുക്കുക എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവിടെയുള്ള ആ പാർത്തിയൻ സൈന്യം കടന്നു വരും എന്നുള്ള ഒരു സൂചനയായിരിക്കാം. നീറയെക്കുറിച്ചുള്ള ഐതിഹ്യവും അതിൻ്റെ പിന്നിലുണ്ട്. അപ്പോൾ മരിച്ചു എന്നാൽ ജീവിക്കുന്ന ആ നീറോ വീണ്ടും പാർത്തിയൻ സൈന്യത്തോടുകൂടെ വരുമെന്നുള്ള ഒരു ഐതിഹ്യം ഒക്കെ ഇവിടെയുണ്ട്. പക്ഷേ ഇവിടെ ഒരു തുടർന്നുള്ള വിവരണങ്ങളിൽ നമ്മൾ ഒരു വിദേശ ആക്രമണമല്ല നമ്മൾ കാണുക. തിന്മയുടെ ശക്തികളെല്ലാം ദൈവത്തിനെതിരായിട്ട് ഒരുമിച്ച് കൂടുന്നതാണ് ഇവിടെ വിവരിക്കപ്പെടുന്നത്. അപ്പോൾ നദി വറ്റുന്നത് അവിടെയുള്ള അങ്ങ് ദൂരെയുള്ള രാജാക്കന്മാർക്ക് ഇവിടേക്ക് കടന്നു വരാനായിട്ട് ദൈവത്തിനെതിരെ യുദ്ധം ചെയ്യുവാനായിട്ട് വഴിയൊരുക്കുന്നു. ഇനി ഇവരെങ്ങനെയാണ് ദൈവത്തിനെതിരെ യുദ്ധം ചെയ്യുക? ഇത് ദൈവത്തിൻ്റെ പദ്ധതി തന്നെയാണ്. തിന്മയുടെ ശക്തികളാൽ തന്നെ ഉന്മൂലനം ചെയ്യപ്പെടുമെന്ന ആ ദൈവത്തിൻ്റെ പദ്ധതിയാണ് ഇവിടെ യാഥാർത്ഥ്യമാകുന്നത്. തിന്മയുടെ സാമ്രാജ്യങ്ങൾ തിന്മയുടെ ശക്തികളാൽ തന്നെ തകർന്നടിയുന്നു. അപ്പോൾ അതിന് ഉള്ള വഴിയൊരുക്കുന്നതാണ് നമ്മളിവിടെ കാണുക. അപ്പോൾ 6-ാമത്തെ ആ പാത്രം, ക്രോധത്തിൻ്റെ പാത്രം, അതിവിടെ ഒഴിക്കുമ്പോൾ ഇവിടെ തിന്മയുടെ ശക്തിയുടെ മേലുള്ള ആ ഒരു വീണ്ടും ഉള്ള ഒരു ദൈവത്തിൻ്റെ ഇടപെടൽ ഇവിടെ കാണുന്നു. ഇനി തുടർന്ന് ഉള്ള ഭാഗം ചെറിയൊരു ഇടവേളയാണ്. 7-ാമത്തെ ആ കലശം ഒഴിക്കപ്പെടുന്നതിന് മുമ്പ്, ക്രോധത്തിൻ്റെ പാത്രം ഒഴിക്കപ്പെടുന്നതിന് മുമ്പുള്ള ഒരു ചെറിയൊരു ഇടവേള പോലെയാണ് 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. ഇപ്പോൾ 13-ാമത്തെ വാക്യം ഇപ്രകാരമാണ്: വ്യാളിയുടെ വായിൽ നിന്നും മൃഗത്തിൻ്റെ വായിൽ നിന്നും വ്യാജപ്രവാചകൻ്റെ വായിൽ നിന്നും പുറപ്പെട്ട തവളകൾ പോലുള്ള 3 അശുദ്ധാരൂപികളെ ഞാൻ കണ്ടു. ഇവിടെ അവതരിപ്പിക്കപ്പെടുന്ന ചില ഭീകര ചിത്രങ്ങൾ. ഇപ്പം എന്താണത് അർത്ഥമാക്കുന്നത്? വ്യാളിയുടെയും മൃഗത്തിൻ്റെയും ഒക്കെ വായിൽ നിന്ന് കടന്നു വരുന്ന അശുദ്ധാരൂപികൾ,
അപ്പോൾ ഇവിടെ ആ വായിൽ നിന്ന് കടന്നു വരുന്ന എന്ന് പറയുമ്പോൾ അത് സംസാരവുമായിട്ട് ബന്ധപ്പെട്ടതാണെന്നൊക്കെ പറയുവാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇവിടെയുള്ള പൈശാചിക ത്രിമൂർത്തികൾ, വ്യാളിയും മൃഗവും വ്യാജപ്രവാചകനും, നമ്മൾ 1-ാമത്തെ അധ്യായത്തിൽ നമ്മൾ ദൈവിക തൃത്വത്തെ നമ്മൾ കണ്ടായിരുന്നു. ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനുമായ ദൈവം, സപ്താത്മാക്കൾ, പിന്നെ അതുപോലെ തന്നെ ആ യേശു ക്രിസ്തു. അപ്പോൾ അവിടെ ആരംഭത്തിൽ തന്നെ ദൈവിക ആ തൃത്വത്തെ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് ഒരു പാരഡി എന്നോണം അവതരിപ്പിക്കപ്പെടുന്നതാണ് ഈ പൈശാചിക തൃത്വം. അവിടെ വ്യാളിയുണ്ട്, അതുപോലെ തന്നെ അതിൽ നിന്ന് ശക്തി സ്വീകരിക്കുന്ന മൃഗമുണ്ട്, പിന്നെ ഇവിടെ അവതരിപ്പിക്കപ്പെടുന്ന വ്യാജ പ്രവാചകൻ 2-ാമത്തെ മൃഗമായിട്ട് പിന്നീട് അത് അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ 3 തിന്മയുടെ ശക്തികൾ. അപ്പോൾ അതെന്താണ് അർത്ഥമാക്കുന്നത്? നമ്മൾ നേരത്തെയൊക്കെ കണ്ട കാര്യങ്ങൾ തന്നെയാണ്, എന്നാലും അതൊന്നുകൂടി നമുക്കൊന്ന് മനസ്സിലേക്ക് കൊണ്ടുവരാം. വ്യാളി എന്ന് പറയുമ്പോൾ, സർപ്പം എന്ന് പറയുമ്പോൾ ആ തിന്മയുടെ നിരാകാരാവസ്ഥയുടെ കയോസ്, അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പ്രതിരൂപവും തിന്മയുടെ ആത്യന്തിക രൂപവുമാണ്. ഇത് പുതിയ നിയമത്തിൽ വെളിപാടിൽ മാത്രം കാണുന്നൊരു പ്രതീകമാണ്. വ്യാളിയുടെ ചിത്രം വേറെ എങ്ങും നമ്മൾ പുതിയ നിയമത്തിൽ കാണുന്നില്ല. പിന്നെ ഇതിന് നൽകപ്പെടുന്ന വേറെയും പേരുകളൊക്കെ ഉണ്ട് പുതിയ നിയമത്തിൽ. പിശാച് എന്ന് വിളിക്കപ്പെടുന്നുണ്ട്, സാത്താൻ എന്ന് വിളിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ പൈശാചിക ശക്തിയെക്കുറിച്ച് വെളിപാട് ആണ് വളരെ വിശദമായിട്ട് അവതരിപ്പിക്കുക. ഇനി 12-ാമത്തെ അധ്യായത്തിൽ ഈ സർപ്പം മിഖായേലുമായിട്ടുള്ള ആ യുദ്ധത്തിൽ പരാജയപ്പെട്ട് ഭൂമിയിലേക്ക് താഴേക്ക് വലിച്ചെറിയപ്പെടുന്നത് കാണുന്നുണ്ട്. 12-ാമത്തെ അധ്യായം നമ്മൾ വിശദീകരിച്ചപ്പോഴേ പറഞ്ഞായിരുന്നു. അപ്പോൾ ആകാശത്തിൽ നിന്നും ആകാശതലത്തിൽ നിന്നും ഈ സർപ്പം താഴേക്ക് വലിച്ചെറിയപ്പെട്ടു എന്ന് പറയുമ്പോൾ അത് അർത്ഥമാക്കുന്നത് എന്താണ്? ഇതിന് ആത്യന്തികമായിട്ടുള്ള ശക്തിയൊന്നുമില്ല. ഇതിനൊക്കെ വളരെ പരിമിതമായിട്ടുള്ള ശക്തി മാത്രമേ ഉള്ളൂ. അപ്പോൾ എപ്പോഴാണ് ആ സാത്താൻ താഴേക്ക് പതിക്കുന്നതെന്നും നാം അവിടെ കണ്ടതാണ്. എപ്പോഴാണ്, ഏത് നിമിഷത്തിലാണ് ആ യുദ്ധത്തിൽ പരാജയപ്പെട്ട് സാത്താൻ ഭൂമിയിലേക്ക് പതിക്കുന്നത്? അത് യേശുവിൻ്റെ ആ കുരിശുമരണത്തിൽ തന്നെയാണ്. അപ്പോൾ സാത്താൻ്റെ തല തകർക്കുന്നത് അവിടുത്തെ യേശുവിൻ്റെ കുരിശിലൂടെയാണ്. അപ്പോൾ ശക്തിയുണ്ടെന്ന് അവകാശപ്പെടുകയും എന്നാൽ യഥാർത്ഥത്തിൽ ശക്തിയില്ലാത്ത ഒരു നിരാകാരാവസ്ഥയുടെ രൂപമാണ് വ്യാളി എന്ന് പറയുന്നത്. അപ്പോൾ ദൈവത്തോടൊപ്പമുള്ളവരോട് ഒക്കെ ഈ സാത്താൻ, ഈ പൈശാചി ശക്തി യുദ്ധം ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇനി 2-ാമത് അവതരിപ്പിക്കപ്പെടുന്ന ആ ഒരു തിന്മയുടെ പ്രതീകം എന്ന് പറയുന്നത് അത് മൃഗമാണ്. തേരിയോൺ എന്നാണ് ഗ്രീക്ക് ഭാഷയിൽ പറയുക, കാട്ടുമൃഗം. അപ്പോൾ ഈ മൃഗം അത് പുതിയ നിയമത്തിൽ വെളിപാടിലാണ് പ്രധാനമായിട്ടും കാണുക. പുതിയ നിയമത്തിൽ 45 പ്രാവശ്യം ഈ പേര് വരുന്നുണ്ട്. അതിൽ 38 പ്രാവശ്യവും വെളിപാട് ഗ്രന്ഥത്തിലാണ് ഉള്ളത്. ഇത് 11-ാമത്തെ അധ്യായത്തിൽ പാതാളത്തിൽ നിന്ന്, അഗാധഗർത്തത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം ആ 2 സാക്ഷികളുമായിട്ട് യുദ്ധം ചെയ്യുന്നതും അവരെ വധിക്കുന്ന നമ്മളൊക്കെ കാണുന്നുണ്ട്. അപ്പം ഇത് തന്നെയാണ്, ഈ മൃഗം തന്നെയാണ് വ്യാളിയിൽ നിന്നും ശക്തി സ്വീകരിക്കുന്നത്. ആ സിംഹാസനം സ്വീകരിക്കുന്നതിനെക്കുറിച്ചും നമ്മൾ നേരത്തെ കണ്ടതാണ്. അതുപോലെ തന്നെ ഈ മൃഗത്തിന് ദൈവദൂഷണപരമായ നാമവുമുണ്ട് എന്നിവിടെ പറയുന്നുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ പ്രതിയോഗിയായിട്ട് അവതരിപ്പിക്കപ്പെടുന്ന ശക്തിയാണ്. അപ്പോൾ ഈ പ്രപഞ്ചത്തിലുള്ള തിന്മയുടെ സംവിധാനങ്ങളെയൊക്കെ ഇത് സൂചിപ്പിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നെ 3-ാമത് വരുന്നത് വ്യാജ പ്രവാചകൻ എന്നാണ്. വ്യാജ പ്രവാചകൻ എന്ന പേര് വെളിപാടിൽ ഇവിടെയാണ് ആദ്യമായിട്ട് കടന്നു വരുന്നത്. ഇത് അനുസ്മരിപ്പിക്കുന്നത് വെളിപാടിൽ സൂചിപ്പിക്കുന്ന 2-ാമത്തെ മൃഗത്തെയാണ്. 13-ാമത്തെ അധ്യായത്തിൽ 11-ാമത്തെ വാക്യത്തിൽ കരയിൽ നിന്ന് കയറി വരുന്ന 2 കൊമ്പുള്ള മൃഗത്തെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു മൃഗത്തെയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഇനി ഈ വ്യാജപ്രവാചകൻ അല്ലെങ്കിൽ ഈ തിന്മയുടെ ശക്തി ചെയ്യുന്നത് എന്താണ്? ദൈവിക കാര്യങ്ങൾ വളച്ചൊടിക്കുന്നവർ, സഭയെ വഴിതെറ്റിക്കുന്നവർ. അപ്പോൾ സഭയെ വഴിതെറ്റിക്കുന്നത് നമ്മളൊക്കെ കാണുന്നുണ്ട്. ഉദാഹരണത്തിന് മത്തായിയുടെ സുവിശേഷത്തിൽ 7-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യം നമുക്കതൊന്നെടുക്കാം.
ഇപ്പോൾ സഭയെ വഴിതെറ്റിക്കുന്നവരെക്കുറിച്ചുള്ള സൂചന നിരവധി പ്രാവശ്യം നമ്മൾ കാണുന്നുണ്ട്. 7:15 ആടുകളുടെ വേഷത്തിൽ വരുന്ന വ്യാജപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ, ഉള്ളിൽ അവർ കടിച്ചു ചീന്തുന്ന ചെന്നായ്ക്കളാണ്. അപ്പോൾ അത് തന്നെ നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിൽ 24-ാം അധ്യായത്തിൽ 11-ാം വാക്യം, അതുപോലെ തന്നെ മർക്കോസ് 13:22, ലൂക്ക 6:26, അപ്പോസ്തല പ്രവർത്തനങ്ങൾ 13, 2 പത്രോസ് 2, 1 യോഹന്നാൻ 4:1 അവിടെ കാണുന്നുണ്ട്. നമുക്ക് 1 യോഹന്നാൻ 4:1 കൂടി ഒന്ന് നമുക്ക് നോക്കാം. 1 യോഹന്നാൻ 4:1 പ്രിയപ്പെട്ടവരെ, എല്ലാ ആത്മാക്കളെയും നിങ്ങൾ വിശ്വസിക്കരുത്. ആത്മാക്കളെ പരിശോധിച്ച് അവ ദൈവത്തിൽ നിന്നാണോ എന്ന് വിവേചിക്കുവിൻ. പല വ്യാജപ്രവാചകന്മാരും ലോകത്തിലെങ്ങും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഈ മനുഷ്യനെ വഴിതെറ്റിക്കുന്ന വ്യാജപ്രവാചകർ, അപ്പോൾ ദൈവത്തിൻ്റെ സന്ദേശമാണ് എന്ന വ്യാജേന ദൈവജനത്തെ മയക്കി അവരൊക്കെ സ്വാധീനിച്ച് വഴിതെറ്റിക്കുന്നവരാണ് ഇവർ. ഇവർ യഥാർത്ഥത്തിൽ വ്യാജ ആരാധനയിലേക്കാണ് ഇവരൊക്കെ ദൈവജനത്തെ നയിക്കുക. അപ്പോൾ ഈ വ്യാജപ്രവാചകന്മാർക്കെതിരായിട്ടുള്ള മുന്നറിയിപ്പുകൾ ബൈബിളിൽ ഉടനീളം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഉദാഹരണം നിയമാവർത്തനം 13:1 മുതലുള്ള വാക്യങ്ങൾ, അല്ലെങ്കിൽ മർക്കോസ് 13:22 മുതലുള്ള വാക്യങ്ങൾ ഒക്കെ നമുക്ക് കാണാം. ഇനി വെളിപാട് ഗ്രന്ഥത്തിൽ തന്നെ നമ്മൾ എഫെസോസിലെയും പെർഗാമോസിലെയും സഭയ്ക്കുള്ള കത്തുകളിലും ഇതിനെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. വെളിപാട് 2:6 നമുക്കൊന്ന് കാണാം. വെളിപാട് 2:6 നിക്കളവോസ് പക്ഷക്കാരുടെ പ്രവൃത്തികൾ നീ വെറുക്കുന്നു, ഞാനും അവ വെറുക്കുന്നു. അപ്പോൾ അവരുടെ പ്രവൃത്തികൾ വഴിതെറ്റിക്കുന്ന പ്രവൃത്തികളാണ്. അതുപോലെ തന്നെ 2:14 നിനക്കെതിരെ ചില കാര്യങ്ങളുണ്ട്. വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ചവ ഭക്ഷിക്കാനും വ്യഭിചാരം ചെയ്യാനും ഇസ്രായേൽ മക്കൾക്ക് ഇടർച്ച നൽകാൻ ബാലാക്കിനെ പഠിപ്പിച്ച ബാലാമിൻ്റെ പ്രബോധനം മുറുകെ പിടിക്കുന്നവർ ഇവിടെയുണ്ട്. അതായത് ഇവരെയൊക്കെ വഴിതെറ്റിക്കുന്നവർ ഈ സഭയിൽ ഉണ്ട് എന്നാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ ജെസബൽ സ്വയം ഒരു പ്രവാചികയാണെന്ന് അവകാശപ്പെടുന്നുണ്ട്. അതായത് പ്രവാചകരുടെ യഥാർത്ഥ പ്രവാചകരുടെ മൂടുപടം അണിഞ്ഞ് ജനത്തെയെല്ലാം വഴിതെറ്റിക്കുന്നവർ, വ്യാജപ്രബോധനങ്ങളാൽ വഴിതെറ്റിക്കുന്നവർ. അപ്പോൾ ഈ വ്യാജപ്രവാചകരെല്ലാം നമ്മൾ ശ്രദ്ധിക്കുക. ഇനി ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന തവളകൾ പോലുള്ള അശുദ്ധാരൂപികൾ എന്ന ആ പ്രയോഗം, അപ്പോൾ തവളകൾ അത് ഈജിപ്തിലുണ്ടായ 2ാമത്തെ മഹാമാരിയെ സൂചിപ്പിക്കുന്നതാണ്. പുറപ്പാട് 8-ാമത്തെ അധ്യായത്തിൽ 1 മുതൽ തവളകൾ ഭൂമുഖം നിറയുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ തവള പഴയ നിയമത്തിൽ അശുദ്ധ ജീവിയാണ്. വെള്ളത്തിൽ ഉള്ളതും എന്നാൽ ചെതുമ്പലില്ലാത്തതുമായവ അത് അശുദ്ധ ജീവികളിൽ പെടുന്നതാണ്. ഇനി അതുപോലെ തന്നെ ഈ അശുദ്ധി ബാബിലോണിൻ്റെ ഈ അധാർമികതയെ സൂചിപ്പിക്കുവാനായിട്ട് ഉപയോഗിക്കുന്ന പദമാണ്. ഇനി അതുപോലെ തന്നെ തവളയെക്കുറിച്ച് പറയുമ്പോൾ അത് പുറപ്പെടുവിക്കുന്ന ആ ശബ്ദം, അർത്ഥരഹിതമായിട്ടുള്ള ആ ശബ്ദം, അത് അർത്ഥരഹിതമായിട്ടുള്ള ജൽപ്പനങ്ങളും അല്ലെങ്കിൽ വഞ്ചനയുമൊക്കെ ഉദ്ദേശിക്കുന്നു. ഇപ്പോൾ ഇവിടെ തിന്മയുടെ ശക്തികളെ അവതരിപ്പിക്കുവാനായിട്ട് യോഹന്നാൻ പല പ്രതീകങ്ങളെടുത്തിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഇപ്പോൾ നമ്മളിനി ആ തവളകൾ പോലുള്ള ജീവിയൊന്നും മനസ്സിൽ നമ്മൾ കാണേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ തിന്മയുടെ ആ വളരെ ജുഗുപ്സാവഹമായിട്ടുള്ള ആ ഒരു രൂപം, അവസ്ഥ, അത് ചിത്രീകരിക്കുവാനായിട്ടാണ് യോഹന്നാൻ തിന്മയുടെ വിവിധങ്ങളായിട്ടുള്ള പ്രതീകങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഭാവങ്ങൾ, തിന്മയുടെ വിവിധ ഭാവങ്ങളെ ഇത് വഴി അദ്ദേഹം അത് സംയോജിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ വായിൽ നിന്ന് വരുന്നതാകിയാൽ സംസാരത്തെ സൂചിപ്പിക്കുന്നതാണ് എന്ന് ഞാൻ സൂചിപ്പിച്ചു. ഇവ ദൈവത്തിനെതിരെ, ദൈവജനത്തിനെതിരെ കുറ്റാരോപണം നടത്തുന്ന സാത്താൻ്റെയും 12-ാം അധ്യായത്തിൽ 10-ാമത്തെ വാക്യത്തിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ദൈവദൂഷണം നടത്തുന്ന മൃഗത്തിൻ്റെയും 13-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അടയാളങ്ങൾ കാണിച്ച് വഴിതെറ്റിക്കുന്ന വ്യാജപ്രവാചകൻ്റെയുമൊക്കെ സന്തതികളാണ്. അപ്പോൾ ദൈവജനത്തെ അർത്ഥരഹിതമായിട്ടുള്ള സംസാരം വഴിയായിട്ട്, ജൽപ്പനങ്ങൾ വഴിയായിട്ട് മോഹിപ്പിക്കുകയും വഴിതെറ്റിക്കുകയും ചെയ്യുന്ന ആ തിന്മയുടെ അവതാരങ്ങളെയൊക്കെയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ദൈവത്തിനെതിരായിട്ട് ഉള്ള വികാരവും മതവിരോധവും ഒക്കെ ഇളക്കി വിട്ട് മനുഷ്യനെയൊക്കെ വഴിതെറ്റിക്കുന്ന അല്ലെങ്കിൽ നുണപ്രചാരണം നടത്തുന്ന
ആ ശക്തികളെയാണ് ഈ ജീവികളൊക്കെ അർത്ഥമാക്കുന്നത്. ദൈവനിഷേധത്തിൻ്റെയും സാമ്രാജ്യത്തെ ദൈവമായി ചിത്രീകരിക്കുന്നതിൻ്റെയും പൈശാചിക സ്വഭാവം ഇവയെല്ലാം വ്യക്തമാക്കുന്നു. അപ്പോൾ ഇവിടെ ആ ദൈവിക ശക്തികളെ എല്ലാം മാറ്റി പൈശാചിക ശക്തികളെയെല്ലാം ആരാധിക്കുവാനായിട്ട് ദൈവജനത്തെ പ്രേരിപ്പിക്കുന്ന ശക്തികളെയാണ് ഈ പ്രതീകങ്ങൾ വഴിയായിട്ട് അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് വരുന്ന വായിൽ നിന്ന് വരുന്ന ആ തിന്മയുടെ ശക്തി, ഇനി യേശുവിൻ്റെ അധരത്തിൽ നിന്ന് വരുന്ന എന്താണ്? മൂർച്ചയുള്ള ഇരുതലവാളാണ്. അസത്യത്തെ കീറിമുറിച്ച് ആ സത്യം അത് പുറത്തു കൊണ്ടുവരുന്ന അവിടുത്തെ മൂർച്ചയേറിയ വാള്, വചനമാകുന്ന ആ വാള്. അപ്പോൾ ഈ തിന്മയുടെ ശക്തികളുടെ ജൽപ്പനങ്ങളുടെ പിന്നാലെയല്ല പോകേണ്ടത്, യേശുവിൻ്റെ ആ വചനത്തെ ആണ് ദൈവജനം പിൻചെല്ലേണ്ടത് എന്ന് യോഹന്നാൻ ഇവിടെ നമ്മോട് സൂചിപ്പിക്കുന്നു. അപ്പോൾ ആരാധന സമൂഹത്തിന് മുന്നിൽ ഈ മഹാവ്യാധികൾ, മഹാമാരികൾ ഒക്കെ അവതരിപ്പിക്കുമ്പോൾ തിന്മയുടെ ശക്തികളെയെല്ലാം അവതരിപ്പിച്ച് അതിൻ്റെ ജുഗുപ്സാവഹമായിട്ടുള്ള ഭാവം അവതരിപ്പിച്ച് അതിൽ നിന്നും അകന്നു നിൽക്കുവാനും യഥാർത്ഥ വചനമായ ആ യേശുവിനെ പിൻചെല്ലാനും ആരാധന സമൂഹത്തോട് ഉദ്ബോധിപ്പിക്കുന്നതാണ് നാം ഇവിടെ കാണുക. തുടർന്നുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.